നമസ്കാരം. വർഗീയവാദിയോളം തരം താഴരുത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് സമസ്തയുടെ മുഖപത്രം പറഞ്ഞ കാര്യമാണിത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമാണ് സമസ്തയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമസ്തയെ മാത്രമല്ല, മിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളെയും മതേതര ചിന്താഗതിക്കാരെയും ഒക്കെ മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളെ പോലും കാര്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശം ബാധിച്ചിട്ടുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത രീതിയിൽ തന്നെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ സമസ്തയുടെ മുഖപത്രം കുറച്ചുകൂടെ കടത്തി പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം മുക്കം ഉമ്മർ ഫൈസി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല പരിഗണനയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ട അതേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ ഒരു പ്രതികരണം നടത്തിയത്. അതായത് അവിടെ ആ ഫാദറിനെ കുട്ടികൾ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കുകയായിരുന്നു, ഒരു സംഘം കുട്ടികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ വിഭാഗം കുട്ടികളും അതിലുണ്ടാകുമെന്നാണ് കരുതിയത്. അന്വേഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ മുസ്ലിം കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അത് തെമ്മാടിത്തരമാണ്, അതിലൊരു തർക്കവുമില്ല. ഹുസൈൻ മടവൂരിനോടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. ഹുസൈൻ മടവൂർ ഇവിടെ പോലീസ് പലപ്പോഴും മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നൊരു പരാതി പറഞ്ഞപ്പോഴാണ് പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞത്. യഥാർത്ഥത്തിൽ പ്രാദേശികമായി ഈ വിഷയം നടന്ന സമയത്ത് തന്നെ അവിടെ മുസ്ലിം കുട്ടികൾ മനഃപൂർവ്വം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന രീതിയിൽ ആ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അവിടുത്തെ പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഈ വിഷയം അവസാനിച്ചു നിൽക്കുന്ന സമയത്താണ് ഇവിടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. കാസയും അതുപോലെ തന്നെ സംഘപരിവാർ ഗ്രൂപ്പുകളും പ്രചരിപ്പിച്ചിരുന്ന അതേ പ്രചരണത്തിന് മുഖ്യമന്ത്രി ചൂട്ട് കത്തിച്ചു കൊടുക്കുകയാണ്, ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് എന്നാണ് ഇവിടെ സമസ്തയുടെ മുഖപത്രം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത്ര കടത്തി സമസ്തയുടെ മുഖപത്രം പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ പല മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തെ വിമർശിച്ചിരുന്നു. അവസാനമാണ് സമസ്ത രംഗത്തെത്തുന്നത്. മുക്കം ഉമ്മർ ഫൈസി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല പരിഗണന ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ സമസ്ത ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ സമസ്ത മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതായത് ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒട്ടും ആലോചിക്കാതെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരി എന്ന ഒരു വിശേഷണമാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ യോജിക്കുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നത് പോലെ പറയാൻ കഴിയില്ല. സമസ്തയുടെ മുഖപത്രത്തിൽ പറയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അവിടെ നിന്നും ചില വിവരങ്ങൾ കൊടുത്തു കാണും, അല്ലെങ്കിൽ പോലീസ് ചില വിവരങ്ങൾ കൊടുത്തു കാണും. പ്രാദേശികമായി പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അവിടുത്തെ പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, ഇവരൊക്കെ പറഞ്ഞതിനേക്കാൾ അപ്പുറം മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്നോ ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പോലീസിൽ നിന്നായിരിക്കാം. അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളായിരിക്കാം മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അത് ശരിയല്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് യോജിച്ച ഒരു നടപടിയായില്ല. എന്തായാലും ഇവിടെ സമസ്തയുടെ മുഖപത്രം മുഖ്യമന്ത്രിയെ മാത്രമല്ല പോലീസിനെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIM-ന് കനത്ത തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. കാരണം ഇത്തരത്തിലൊരു വാക്ക് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ CPM-ന്റെ നേതാക്കന്മാർ പലപ്പോഴും പല സ്ഥലങ്ങളിലും പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. വിജയരാഘവൻ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ അത് വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പ്രവാചകന്റെ നഖവും മുടിയും ഒക്കെ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു തള്ളിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് അങ്ങനെയായിരിക്കാം. പക്ഷേ വിശ്വാസികളെ ഇത് വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ച ഒരു പരാമർശമായിരുന്നു, ഒരു പ്രയോഗമായിരുന്നു.
അന്ന് കനത്ത തിരിച്ചടി തന്നെയാണ് CPIM-ന് നേരിടേണ്ടി വന്നത്. എന്തായാലും അതിനേക്കാൾ വലിയ ഒരു തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം അത്ര മോശമായ ഒരു വാക്ക് സംഘപരിവാരങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ, കാസക്കുട്ടന്മാർ പറഞ്ഞ അതേ രീതിയിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വർഗീയവാദികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചു. അതിവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദന തുറന്നു കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് സുപ്രഭാതം ഇന്നലെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സമസ്തയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ വിഷയം ചർച്ചയാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.